നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് സാരികളുടെ കളക്ഷൻസ് ആണ്. ഫാൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു സംഗീതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോസി ഫീൽഡൊക്കെ നമ്മളുടെ ആഫ്റ്റർ ലെൻറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓരോരോ വെഡ്ഡിങ് സീസൺ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സാരീസിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെയുള്ള ഒരു പർച്ചേസിൻ്റെ ഓരോ സമയത്തും നമ്മളുടെ ഓരോ വെഡ്ഡിങ് പ്ലാനുകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഫാൻസി സാരികളാണ്. അപ്പോൾ അത് നല്ലൊരു വർത്തായിട്ടുള്ള സാരീസാണ്. അപ്പോൾ അങ്ങനെ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൂഡിലോട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ കണ്ടോ നമ്മളുടെ ക്രിസ്തുമസിൻ്റെ ഡെക്കറേഷൻസൊക്കെ, ഇതൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മളുടെ പിള്ളേരുകൾ ഇത് ഓരോന്ന് ചെയ്തെടുക്കുന്നതാണ്. നല്ല ഭംഗിയിലുള്ളൊരു കണ്ടോ, അസാധ്യ ഭംഗിയാണ്, നല്ല രസമുണ്ട്. ക്രിസ്തുമസിൻ്റെ ഓരോ സെലിബ്രേഷനും അങ്ങനെ ഷോപ്പൊക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഷോപ്പും, നമ്മുടെ എടപ്പള്ളി ഷോപ്പും അങ്കമാലി ഷോപ്പും. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. ഫസ്റ്റ് വൺ വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് നല്ല പാർട്ടി വെയർ ആണ്. സാരി കണ്ടപ്പോൾ മനസ്സിലായോ? ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ട് ബ്ലൗസ് പീസ്, അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചേ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമ്മളങ്ങനെ ഒരു കാഷ്വലായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതല്ല ഫാൻസി സാരീസ്. ബ്ലൗസിൻ്റെ സ്ലീവ് അത് രണ്ടും, നെക്ക് ലൈൻ, ബാക്ക് നെക്ക്, പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന ഓരോ പാർട്ടുകളാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെയായിട്ട് ടൈലറിൻ്റെ അടുത്തേക്ക് പോയാൽ മതി, സ്റ്റിച്ചിങ് അവർ മനോഹരമാക്കി തരും. ഇപ്പോൾ നമ്മളുടെ കയ്യിലാണ് ചെയ്യുന്നതെങ്കിലും അതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പല്ലുമൊക്കെ കണ്ടോ. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു റിസപ്ഷൻ പോലെ അല്ലെങ്കിൽ മുസ്ലിം ബ്രൈഡ് ആണെങ്കിൽ നമുക്കിതിലേക്ക് നെറ്റിൻ്റെ ആ ഒരു സെയിം കളറിൽ തന്നെ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് മൂഡാണ് ഇതിന്. നല്ല ഭംഗിയല്ലേ, നല്ല കളറല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു അടിപൊളി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റൈലിലോട്ട് ഈ ഒരു കളർ ടോൺ ഇങ്ങനെ വന്നിട്ട് നല്ല വീണ്ടും ഒരു ന്യൂഡ് പിങ്ക്, ലാവൻഡർ ആ ഒരു കൊമ്പോടെ ഒരു ന്യൂഡ് കളറാണ്. ഇതിൻ്റെ ടാസിൽ കണ്ട പല്ലുവിലേക്കൊക്കെ ഇങ്ങനെ ആ ഒരു ഫ്ലോയൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള പൊസിഷനെ ഈ ഒരു ഒക്കേഷനെ നല്ല ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. കാരണം ഇത് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു പ്രീമിയം പെറ്റ് കളക്ഷനാണ്. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസും എല്ലാം കൂടെ അതിമനോഹരമാണ്. നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ബ്ലൗസ് പീസും എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് ഒന്ന് വെച്ച് ഫുൾ ഹാൻഡ് വർക്കാണ് ബ്ലൗസിലേക്കും വരുന്നത്, സ്ലീവിൻ്റെ എൻഡിലോട്ടും ഫ്രണ്ട് പോർഷനിലേക്കും. അപ്പോൾ ആ നെക്ക് ലൈനൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ മിന്നി തിളങ്ങി നിൽക്കാം. ഇതൊരു മോഡലൊക്കെയാണ് അങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്തൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു വേറെ ലെവലാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് റാൻഡംലി കാണിച്ചു എന്നുള്ളൂ. ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ. എല്ലാ കളറുകളും, പേസ്റ്റലും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഇനി വരുന്നൊരു കളറ്, ഈ ഒരു കളറ് നോക്കിയേ, ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിട്ടുള്ള നല്ല ബ്രൈറ്റ് കളറ്. നിതാംബാനി ഈ സമയങ്ങളിലൊക്കെ കുറേ സാരിയിൽ, കുറേ വീഡിയോസിലൊക്കെ ഇത്തരത്തിലുള്ള സാരീസാണ് ഫുൾ ഹൈലൈറ്റ് ചെയ്തിട്ട്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ല, നമ്മളുടെ ആ ഒരു വെരി സ്പെഷ്യൽ ഒക്കേഷൻസിലേക്ക് ഒരു ഈവനിങ് റിസപ്ഷനോട് ചേർത്ത് വയ്ക്കാം. നമ്മളുടെ ഇവിടേക്ക് വരുന്നതിൽ അങ്ങനെ ആ ഒരു റിസപ്ഷൻ മൂഡ് അല്ലെങ്കിൽ വെഡ്ഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതോടനുബന്ധിച്ച് വരുന്ന നല്ല സാരീസാണ്. ഇതിൻ്റെ ബ്ലൗസും ഫുൾ ഫ്രണ്ടും ബാക്കും നോക്ക്,
സ്ലീവും എല്ലാ സ്ഥലത്തേക്കും ഹാൻഡ് വർക്കിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് പ്ലമ്മും വയലറ്റും കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഒരു ഡീപ്പ് ഡാർക്ക് ഡൈഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഏതൊരു സ്കിന്നിനും ചേർന്ന് പോകുന്ന തരത്തിൽ ഇത്ര ബ്രൈറ്റ് ആയിട്ട് നമുക്കിങ്ങനെ അടിപൊളി സാരിയാണ്. നെക്സ്റ്റ് നല്ലൊരു മാമ്പഴ മഞ്ഞ കളറിലേക്ക്, എന്ത് ഭംഗിയുള്ള കളറാണെന്ന് നോക്കൂ. അതിലേക്ക് ആ ഒരു വൈറ്റ് ക്രിസ്റ്റലും പേളും കൂടെ ചേർത്തിട്ടാണ് ഫുൾ വർക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇവിടെ വന്ന ഒരു കസ്റ്റമർ മകൻ്റെ കല്യാണത്തിന് ഒരു ഫംഗ്ഷൻ ഫാൻസി സാരിയിലേക്കും ഒരു ഫംഗ്ഷൻ കാഞ്ചീപുരം സാരിയിലേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കളർ തീം ഇട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനിപ്പോൾ ഇങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല, ബ്രൈഡ് മാത്രമാണ് അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ പാരൻസിന് ഇപ്പോൾ ഒരു നല്ല ആ അമ്മയുടെ ആവശ്യം അതായിരുന്നു. മകൻ്റെ കല്യാണത്തിന് എൻ്റെ അടുത്ത് വന്നാണ് അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഫാൻസി സാരിയാണ്, പേളിൻ്റെ സാരിയാണ് അവരെടുത്തത്. കണ്ടോ എത്ര ഭംഗിയാന്ന് നോക്കും. ഇത് ഫാബ്രിക് വരുന്ന ജോർജറ്റാണ്, അത്ര ട്രാൻസ്പെറൻറ്റും അല്ല, ഒഴുകി കിടക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും അതുപോലെ തന്നെ ഫുൾ ഹാൻഡ് വർക്കുമാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഫ്രണ്ട്, ബാക്ക്, സ്ലീവ്. പിന്നെ ഇത് ഈ ഏറ്റവും താഴെ കാണുന്ന ബോർഡർ ഏറ്റവും ബാക്കിലോട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കോസി ഫീലാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് പാറ്റേണിലേക്കും ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു സാരി വരുന്ന നല്ലൊരു ബ്ലൂ, പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് ക്രിസ്റ്റലും പേളും കൂടെ ചേർന്ന് വന്നിട്ട് ആ റെയിൻബോ കട്ട് ബീഡും ട്യൂബ് ബീഡും ഇങ്ങനെ മൾട്ടി കളർ ഒരു പേളിൻ്റെ ബീഡ് എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടാണ് നല്ലൊരു പേസ്റ്റൽ പൗഡർ ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള സെയിം വർക്കുകളാണ് വരുന്നത്. ഓരോ കളറുകളും വ്യത്യസ്തമായിട്ട് ടാസലും എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ വരുന്നു.